സോ ഗൈസ് വെൽക്കം ബാക്ക് ടു സ്ലൈഡ് സൊസൈറ്റി. അപ്പോൾ നമ്മൾ ഇന്ന് ജസ്റ്റ് എങ്ങനെയാണ് നമ്മുടെ അലുമിനിയം പ്രൊഫൈൽ കോക്പിറ്റ്സ് ബിൽഡ് ചെയ്യുക എന്നുള്ളൊരു ജസ്റ്റ് ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. സോ നമ്മളിത് പർച്ചേസ് ചെയ്യുന്നവർക്ക് എങ്ങനെ ഈസിലി നമുക്കിത് ബിൽഡ് ചെയ്തെടുക്കാം എന്നുള്ളത്. ഇതിപ്പോൾ നമ്മൾ ബിൽഡ് ചെയ്യാൻ പോകുന്നത് സ്ലൈഡ് സൊസൈറ്റിൻ്റെ 001 ലൈറ്റ് പ്രൊഫൈലാണ്, നോർമൽ അല്ല. നോർമൽ എന്ന് പറയുമ്പോൾ ഈ സെയിം പ്രൊഫൈൽ ഹയർ പ്രൊഫൈലിലാണ് ഫുൾ കോക്പിറ്റ് ഉണ്ടാവുക. ഇത് ലൈറ്റ് പ്രൊഫൈലാണ്. മോസ്റ്റ് ഓഫ് ദി വീലായിട്ടുള്ള മോസൈഡ് R3 ലോജിടെക്കും R5 അപ് ടു R5 വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഞങ്ങൾ ഷോർട്ട് സെഷൻസ് ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്, പെർഫെക്റ്റ്ലി സ്റ്റേബിൾ ആണ്. അപ്പോൾ നമുക്കതെങ്ങനെ ബിൽഡ് ചെയ്യാൻ നോക്കാം. അതിന് നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെയാണ് കംപ്ലീറ്റ്ലി കോമ്പണൻസ് ആയിട്ട് വരിക. പിന്നെ ഇതിൻ്റെ ആംഗിൾ ബ്രാക്കറ്റ്സ്, ഇതുപോലത്തെ ആംഗിൾ ബ്രാക്കറ്റ്സ് ആണ് വരിക. ഇത് വീൽ ബേസിനുള്ളത്. നെക്സ്റ്റ് പിന്നെ ഷോർട്ടർ വൺസ്, പിന്നെ നമ്മുടെ എലങ്കീസും കാര്യങ്ങളും. ഇതൊക്കെയാണ് നമുക്കിത് യൂസ് ചെയ്യുന്ന എലങ്കീസും കാര്യങ്ങളും. സോ നമുക്കിത് വെച്ചിട്ട് എങ്ങനെയാണ് ഒരു കോക്പിറ്റ് കംപ്ലീറ്റ്ലി സിമ്പിളായിട്ട് ബിൽഡ് ചെയ്തെടുക്കാൻ നോക്കാം. ഓക്കെ, സോ ഇതിൽ നല്ല ലെങ്ത് വരുന്ന 2 പീസസ് നമ്മൾ പാക്കിങ്ങിൽ മെൻഷൻ ചെയ്യും. അതാണ് നമുക്ക് ലെഫ്റ്റ് റൈറ്റ് വെക്കുക. പിന്നെ 1 2 3 4 ആയിട്ട് അവിടെ പെഡൽസ് വെക്കുന്ന, ഇവിടെ സീറ്റ്സ് വെക്കുന്നതായിട്ട് ബേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഈ ബ്രാക്കറ്റ് ഞാൻ പറഞ്ഞു ലൈറ്റർ പ്രൊഫൈലാണ് നമ്മൾ ബിൽഡ് ചെയ്യുന്നത്, ലൈറ്റ് വേർഷൻ. അപ്പോൾ സ്മോളർ ബ്രാക്കറ്റ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കംപ്ലീറ്റ്ലി ബിൽഡ് ചെയ്യുന്നത്. സോ നമുക്ക് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ ഫസ്റ്റ് ഇതിൻ്റെ അകത്തേക്ക് എലങ്കീസ് ഇൻസേർട്ട് ചെയ്തിട്ട് ബാക്ക് സൈഡിൽ നിന്ന് നമ്മൾ ഇതാണ് ടീനട്ട് വരിക. ടീനട്ട് നമ്മൾ ലോക്ക് ചെയ്യുന്ന നട്ടായത്. അപ്പോൾ അത് വെച്ചിട്ട് ജസ്റ്റ് ഫുൾ ത്രെഡാണ് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് വെക്കുക, ഈസിലി ഇൻസ്റ്റാളേഷന് വേണ്ടിയിട്ടാണ്. സെയിം ഓപ്പോസിറ്റ് സൈഡും ചെയ്യാം. കംപ്ലീറ്റ്ലി ത്രെഡ് ചെയ്യാൻ പാടില്ല, ജസ്റ്റ് ഒരു എന്താ പറയുക, അതിലേക്ക് കയറാൻ പറ്റുന്ന രീതിയിൽ. കാരണം ലോക്ക് ചെയ്യാനായിട്ടില്ല, നമ്മളത് ഇൻസേർട്ട് ചെയ്തിട്ട് ലോക്ക് ചെയ്യാം. ഓക്കെ, സോ ഇതിൽ നമുക്ക് വേണ്ടത് ഓരോരോ കോർണേഴ്സിലാണ്. അപ്പം ഇത് ഇതേപോലെ ഞാൻ പറഞ്ഞതുപോലെ ലെഫ്റ്റും റൈറ്റും ജസ്റ്റ് ഒന്ന് ത്രെഡ് ചെയ്ത് വെക്കുക. കാരണം നമുക്ക് അല്ലാതെ ഇതിലേക്ക് സ്ലോട്ടിലേക്ക് വെച്ചിട്ടും ത്രെഡ് ചെയ്യാം, പക്ഷേ ഇതാണ് മോർ സിമ്പിൾ വേ. ഓക്കെ, ഈ ക്ലിപ്പ് ഉള്ളത് കൊണ്ട് അവിടെ ലോക്ക് ഇൻ പ്ലേസ് ആവും. പിന്നെ ഇങ്ങനെ ഇൻസേർട്ട് ചെയ്തിട്ട് ടൈറ്റ് ചെയ്യുമ്പോൾ ട്വിസ്റ്റ് ചെയ്ത് ഇങ്ങനെ വന്നിനൊന്ന് ഉറപ്പ് വരുത്താം. ഞാൻ കാണിച്ചു തരാം, അപ്പോൾ മനസ്സിലാവും. അപ്പം ലോക്ക് ഇൻ പ്ലേസ് ആയി നിൽക്കും. ഓക്കെ, സോ ഇതിൻ്റെ കേസിൽ നമുക്ക് ഇവിടെ 4 ടോട്ടൽ 8 എണ്ണമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. സോ ഇതെങ്ങനെ മൗണ്ട് ചെയ്യുന്നത് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇതിൽ ടീനട്ട് ഫസ്റ്റ് സ്ട്രൈറ്റ് ചെയ്ത് വെക്കുക, എന്നിട്ട് മെല്ലെ ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ടീനട്ടിൻ്റെ പ്ലേസ്മെൻറ്റ്. എന്നിട്ട് കറക്റ്റ് എഡ്ജിലേക്ക് അലൈൻ ആക്കി വെക്കുക. ടൈറ്റ് ചെയ്യുമ്പോൾ കണ്ടോ അത് ക്രോസ് ആയി ലോക്കാവും ഇവിടെ. നോർമലി ടൈറ്റ് ചെയ്യുക, അപ്പോൾ അത് ക്രോസ് ആയി ലോക്ക് ചെയ്തു. ഓക്കെ, സോ ഇനി അത് വീഴില്ല, ഇതുപോലെ ഉണ്ടാവും. നമ്മൾ നോർമലി ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിൽ ഇൻസേർട്ട് ചെയ്യുക, ടൈറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെയാവും. അപ്പം അവിടെ ലോക്ക് ഇൻ പ്ലേസ് ആണ്. ഓക്കെ, അങ്ങനെ എല്ലാ സൈഡും ചെയ്യാം. നെക്സ്റ്റ് സൈഡ് നോക്കാം. സോ സെയിം ആസ് ചെയ്യുക, നമ്മൾ ഈ ഒരു രീതിയിൽ ഇവിടത്തേക്ക് ഇൻസേർട്ട് ചെയ്യുക, എന്നിട്ട് എൻഡിലേക്ക് ആക്കി വെച്ചിട്ട് ടൈറ്റ് ചെയ്യാം. ടൈറ്റ് ചെയ്യുമ്പോൾ കാണാം അത് ട്വിസ്റ്റ് ആയിട്ട്, സം കേസിൽ അത് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ടൈറ്റ് ആവും. അതപ്പോൾ ചെക്ക് ചെയ്തിട്ട് ട്വിസ്റ്റ് ആയിനോ നോക്കുക, കാരണം ലോക്ക് ആയിട്ടില്ലെങ്കിൽ അഴിഞ്ഞു വരും. ഓക്കെ, അപ്പോൾ അത് പ്രോപ്പറായി. ഓക്കെ, അങ്ങനെ നമുക്ക് ഇതിലും എല്ലാത്തിലും ചെയ്തിട്ട്. സോ നമ്മൾ ഇതിൻ്റെ 2 എൻഡിലായിട്ട് ഇതുപോലെ മൗണ്ട് ചെയ്തിട്ടുണ്ട്. യു ക്യാൻ സീ, അങ്ങനെ എല്ലാത്തിലും ചെയ്തെടുത്തു. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി നമ്മളിത് ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. സെയിം ആസ് ഇതുപോലെ വെച്ചിട്ട് ഇതിലേക്ക് മെല്ലെ ഇൻസേർട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് ഫസ്റ്റ് വൺ എൻഡായിട്ട് വെക്കുക. സോ എന്നിട്ട് അത് നമുക്ക് ടൈറ്റ് ചെയ്യാം. ഫസ്റ്റത്തെ പീസ് നമ്മൾ സ്റ്റാർട്ടിങ് പീസാണേ. ഇതിങ്ങനെ ടൈറ്റ് ചെയ്തിട്ട് ക്രോസായി വന്നിനോ എന്ന് ചെക്ക് ചെയ്യുക. ഇതിൻ്റെ കേസിൽ ക്രോസ് ആയിട്ടുണ്ട്. സോ ഇതുപോലെ നെക്സ്റ്റ് സൈഡിലായിട്ട് അവിടെയും ചെയ്യാം. സെയിം ആസ് ഹിയർ. ജസ്റ്റ് ഫസ്റ്റ് ഇത് അലൈൻ ആയിട്ട് അറ്റ് എൻഡിലാണോ നോക്കുക. ഇതുപോലെ എൻഡിലായിട്ട് വെച്ചിട്ട് ടൈറ്റ് ചെയ്യാം ഫസ്റ്റ് പീസ്. ഓക്കെ, സോ ഈ ഒരു പീസാണ് നമുക്ക് സീറ്റ്സിൻ്റെ അടിയിലേക്ക് പോകുന്നത്. ബക്കറ്റ് സീറ്റ്സിൻ്റെ കേസിലാണ്. സെക്കൻഡ് സീറ്റ്സിൻ്റെ കേസിൽ നമുക്ക് പീസ് വേണ്ട, നമുക്ക് ഡയറക്റ്റ്ലി ഫിക്സ് ചെയ്യാൻ പറ്റും. ബക്കറ്റ് സീറ്റ്സിൻ്റെ കേസിൽ നമുക്ക് ഈ സീറ്റിൻ്റെ അടിയിലേക്ക് പോകുന്ന പീസാണിത്. അതിൻ്റെ പാക്കിങ്ങിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. സോ ഇതിൻ്റെ ഒരു ഡിസ്റ്റൻസിലാണ് നമ്മളിത് മൗണ്ട് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഒരുവിധം ഡിസ്റ്റൻസിൽ വെച്ചിട്ട് ഫുള്ളി അറ്റത്തായിട്ടുള്ള ഈ ഒരു ഡിസ്റ്റൻസ് വെച്ചിട്ട് നമുക്കത് ഇതേപോലെ സെയിം ആസ് ഹിയർ നമുക്ക് ഇവിടെ ബോൾട്ട് ചെയ്യാം, അവിടെ ബോൾട്ട് ചെയ്യാം. ഓക്കെ, സോ നമ്മുടെ ബാക്ക് സൈഡിലെ വർക്ക് കഴിഞ്ഞു.
ഈ ഒരു പീസ് നമ്മൾ സീറ്റ്സിൻ്റെ അടിയിലേക്ക് പോകുന്ന പീസ് ലൈക്ക് വെച്ചിട്ട് പ്രോപ്പറായിരുന്ന രീതിയിൽ വെച്ചാൽ മതി. ലൈക്ക് അളവിന് അത് വീതി കൂടി പോകേണ്ട, കുറഞ്ഞാലും പ്രശ്നമില്ല. സോ യു ക്യാൻ ഈസിലി ടൈറ്റ്. പിന്നെ നമുക്ക് ഈ സെക്ഷൻ ഇതേപോലെ നൈസായിട്ട് സ്ലൈഡ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും ഉള്ളിലോട്ടേക്ക്. നമുക്കിത് ഇൻസേർട്ട് ചെയ്തിട്ട് ഫ്രണ്ടിലത്തെ പോർഷനാണ്. നമുക്ക് ഇത് ഇൻസേർട്ട് ചെയ്തിട്ട് നൈസായിട്ട് പിന്നെ പുഷ് ചെയ്ത് ബാക്കോട്ടേക്ക് കൊണ്ടുവരാം. ഓക്കെ, സോ നമുക്ക് അത് വെക്കാം. ഇതേപോലെ അടുത്ത പീസും ഇൻസേർട്ട് ചെയ്യാം. സോ ഇങ്ങനെ നമുക്ക് ഇത് ഈ എൻഡിലേക്കാക്കിയിട്ട് ടൈറ്റ് ചെയ്യാം. ഓക്കെ, ഇത് ഈ എൻഡിലാക്കിയിട്ട് നമുക്ക് എല്ലാം വെച്ചിട്ട് ഇങ്ങോട്ട് ടൈറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഈ ഒരു സെക്ഷൻ ലൈക്ക് ഇതിപ്പോഴും മൂവിങ് ആണ്, ടൈറ്റ് ചെയ്തിട്ടില്ല. ഫ്രണ്ടിൽ വരുന്നത് ഇവിടെയാണ് നമ്മൾ പെഡൽസ്, ബാക്ക് സീറ്റ്സ് നമ്മൾ സെറ്റ് ചെയ്തു. സോ ഈ ഒരു പോർഷൻ നമ്മൾ ടൈറ്റ് ചെയ്യാതെ വിടുക. അത് നമുക്ക് നെക്സ്റ്റ് പെഡൽസ് സെറ്റ് ചെയ്യണം. പെഡൽസ് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അവിടെ വെച്ചിട്ട് അത് ടൈറ്റ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് സീറ്റ്സ് അതേപോലെ ബാക്കിയുള്ള കാര്യങ്ങൾ ബിൽഡ് ചെയ്യാം. നമ്മൾ സെയിം ആംഗിൾ ബ്രാക്കറ്റ്സ് തന്നെയാണ് ഈ പെഡൽസിന് യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് ഇതുപോലെ വെച്ചിട്ട് ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് ടൈറ്റ് ചെയ്തിട്ട് ഇത് ലോക്ക് ചെയ്യാം. സെയിം മെത്തേഡാണ് വരിക. എന്നിട്ട് പെഡൽസിൻ്റെ നമ്മൾ പീസസും കാര്യങ്ങളും നമ്മൾ പാക്കേജിങ്ങിൽ തന്നെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഐഡിയ ഉണ്ടാവും. ഓക്കെ, സോ ആ ഒരു കൺഫ്യൂഷൻസും കാര്യങ്ങളും ഉണ്ടാവില്ല. ഇതിപ്പോൾ കുറേ പീസസ് ഇങ്ങനെ ഉള്ളതുകൊണ്ടാണ് കൺഫ്യൂഷൻ വരുന്നത്. സോ ഇതുപോലെ ടൈറ്റ് ചെയ്യാം. ഓക്കെ, സെയിം ഈ പോർഷനും അതേപോലെ നമ്മൾ ഇവിടെ ഇതുപോലെ വെക്കുക. ഓക്കെ, എന്നിട്ട് ടൈറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ലെങ്ത്ത് ഞാനിപ്പോൾ പറയാം. ഇത് നമുക്ക് എന്തായാലും ടൈറ്റ് ചെയ്തിട്ട് ബാക്കി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഈ ഒരു സെക്ഷനായി. ഇതിന് ലൈക്ക് ഞാൻ ഇപ്പോൾ പിടിച്ച സെക്ഷൻ പോലെ റൈറ്റ് സൈഡിലും ഇതുപോലെ വരും. ഓക്കെ, എന്നിട്ട് ഈ സെൻറ്റർ പോർഷനിൽ ഇതും ഈ പോർഷനിലാണ് നമ്മൾ ഈ രണ്ട് പോർഷൻസിലാണ് നമ്മൾ പെഡൽസ് മൗണ്ട് ചെയ്യുക. മോസൈക്ക് ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി ഇതിലേക്ക് മൗണ്ട് ചെയ്യാം. ലോജിടെക് ഒക്കെ ആണെങ്കിൽ ഞങ്ങൾ ഇതിൻ്റെ ഒരു പ്ലേറ്റ്സ് സെപ്പറേറ്റ് തരുന്നുണ്ടാവും. ഈ സെൻറ്ററിലെ പീസിൻ്റെ അതിന് ആവശ്യം ഉണ്ടാവില്ല. അതിന് പ്ലേറ്റ്സ് ആണ് യൂസ് ചെയ്യുക. മോസൈക്ക് നമുക്ക് ഡയറക്റ്റ്ലി പ്രൊഫൈൽ തന്നെ മൗണ്ട് ചെയ്യാൻ പറ്റും. സോ ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് ഇത് തന്നെയാണ്. ലൈക്ക് ഈ ബോൾട്ടൊക്കെ ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ലൈക്ക് പെഡൽസ് ക്ലോസർ ആക്കുകയാണെങ്കിൽ ജസ്റ്റ് ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴോട്ടൊക്കെ അടുപ്പിക്കാം. ഇതിൻ്റെ ഡിസ്റ്റൻസ് എന്നാൽ നമ്മൾ മോസയുടെ പെഡൽസിന് അനുസരിച്ചിട്ട് നമ്മൾ ഫിക്സ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് പെഡൽസ് ഇതിലേക്ക് മൗണ്ട് ചെയ്യുക. സോ ഇതുപോലെ ബിൽഡ് ചെയ്തെടുക്കാം. ഇതുപോലെ ബിൽഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയാണ് നമ്മളിവിടെ പ്ലേസ് ചെയ്യുക. ഓക്കെ, സോ ഇതുപോലെ പ്ലേസ് ചെയ്ത് കഴിയുമ്പോൾ ഈ സെൻറ്ററിലുള്ള രണ്ട് പോർഷൻസ് ഇല്ലേ, നമ്മൾ പെഡലിന് അനുസരിച്ചിട്ട് പെഡലിൻ്റെ മെഷർമെൻറ്റ്സ് അനുസരിച്ച് നമ്മളിത് ഈ ഭാഗം ലൈക്ക് ഇവിടെയും ദിസ് സൈഡ് നമുക്ക് ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അങ്ങോട്ടേക്കും അതേപോലെ സെയിം ആസ് ഇയർ ഇത് ഇങ്ങോട്ടേക്ക് അടുപ്പിച്ചിട്ട് നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് നമ്മൾ യൂസ് ചെയ്യുന്ന ഓരോ പെഡൽസിനെ വെച്ചിട്ട് നമുക്ക് മൗണ്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇത് നമുക്ക് രണ്ട് രീതിയിൽ നമ്മൾ കോക്പിറ്റിലേക്ക് മൗണ്ട് ചെയ്യാം. സ്ട്രെയിറ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഇവിടെ വെച്ചിട്ട് നമ്മൾ ആംഗിൾ ബ്രാക്കറ്റ്സ് യൂസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്കൊരു ചെറിയൊരു ആംഗിൾ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ സ്മോൾ പീസസ് ഉണ്ട്, ഇത് രണ്ട് എൻഡിലേക്ക് വെച്ചിട്ട് ആ ഒരു ആംഗിളും കൊടുക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് ആ രണ്ട് രീതിയിൽ നമുക്ക് മൗണ്ട് ചെയ്യാൻ പറ്റും. സോ ഞാൻ എന്തായാലും ബാക്കി കാണിച്ചു. സോ ഇതുപോലത്തെ ബോൾട്ട് നമുക്ക് നമ്മുടെ പാക്കേജിൻ്റെ കൂടെ നിങ്ങൾക്ക് കിട്ടും. ഇത് എന്തിനാണ് നോർമലി യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സീറ്റ്സിനും അതേപോലെ നമ്മൾ ഗിയേഴ്സൊക്കെ ഉണ്ടാകുമ്പോൾ ഗിയറിനുള്ള. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഷോർട്ടറാണ്. കാരണം സീറ്റ്സിൻ്റെ റെയിൽസ് ഭയങ്കര തിന്നാണ്. അപ്പോൾ നമുക്ക് നോർമലി ഇതിൽ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. സോ ദാറ്റ്സ് വൈ നമ്മൾ ഷോർട്ടർ വൺ യൂസ് ചെയ്യുന്നത്. സോ ഇതുപോലത്തെ 4 നമുക്ക് സീറ്റ്സിന് വേണ്ടി വരിക. അതെങ്ങനെ മൗണ്ട് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. സോ ഇതിൽ സ്പാർക്കോയുടെ സീറ്റ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സ്പാർക്കോയുടെ യൂസ് ചെയ്യുന്നില്ല. സോ ഒക്കെ ഇമ്പോർട്ടൻറ്റ് സീറ്റ്സ് ആണ്. സോ ഇതാണ് നമ്മൾ ഇതിൽ ഇപ്പോൾ ഈ ബിൽഡിൽ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ റെയിൽ എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ റെയിൽസ് ആണ്. പക്ഷേ ഇതിൻ്റെ അടിയിൽ ഞാൻ ഇപ്പോൾ നേരത്തെ മെൻഷൻ ചെയ്ത 14 പീസില്ലേ, ആ പീസസ് അടിയിൽ വെച്ചിട്ടുണ്ട്. ഞാൻ ബോൾട്ട് ചെയ്തിട്ടില്ല. അടിയിൽ വെച്ചിട്ട് ടീനട്ട് ഞാൻ ഇതിലേക്ക് ലൈക്ക് സൈഡിൽ നിന്ന് ഇൻസേർട്ട് ചെയ്തിട്ട് അവിടെ ഇങ്ങനെ പ്ലേസ് ചെയ്താൽ. സോ നമുക്ക് ഇതുപോലത്തെ സ്മോൾ നട്ട് ഞാൻ പറഞ്ഞ നട്ട് നമുക്ക് ജസ്റ്റ് ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് അത് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇത് നമുക്ക് ലൈക്ക് നമ്മുടെ റെയിലാണിത്, നോർമൽ റെയിലിൻ്റെ അടിയിലേക്ക് നമുക്ക് ഈ പ്രൊഫൈലിലേക്ക് ബോൾട്ട് ചെയ്യണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പീസ് യൂസ് ചെയ്യുന്നത്. പീസിലേക്ക് ടീനട്ട് നമ്മുടെ അല്ലെങ്കിൽ കൊടുക്കുന്ന സാധനം ആദ്യം ലോക്ക് ചെയ്യുന്ന സംഭവം വെച്ചിട്ട് അതിലേക്ക് മെല്ലെ ഇൻസേർട്ട് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ മെത്തേഡ് പോലെ ഈ റെയിലിലേക്ക് ഫസ്റ്റ് രണ്ടും ഇട്ടിട്ട്
നമുക്കിതിലേക്ക് ഇൻസേർട്ട് ചെയ്താൽ മതി. ഓക്കെ, ജസ്റ്റ് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് രണ്ടുമാണ് ഇതിൻ്റെ ഡിഫറൻസ് വരുന്നത്. ഓക്കെ, സോ ഇത് ഷോർട്ടർ വണ്ണാണ്, ലോങ്ങർ വണ്ണാണ്. അപ്പോൾ ഇതാകുമ്പോൾ അത് ലോക്കിംഗ് പ്ലേസ്. അങ്ങനെ നമുക്ക് ഇതുപോലെ നമ്മൾ ഫ്രണ്ട് രണ്ട് ഭാഗത്തേക്ക് ഫസ്റ്റ് ഇടുക, എന്നിട്ട് റെയിൽ കംപ്ലീറ്റ്ലി ബാക്ക് സൈഡ് ആക്കിയിട്ട് ബാക്കിലും ഫസ്റ്റ് ഇടാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യാം. പക്ഷേ നമ്മളെ ബാക്ക് സീറ്റ്സ് ഉണ്ട്, നമ്മളെ സ്പാർക്കോടെ അല്ലാണ്ട് നോർമൽ സീറ്റ്സ് ഉണ്ട്. നോർമൽ സീറ്റ്സ് ആകുമ്പോൾ നമ്മൾ ആദ്യം റെയിൽ സെപ്പറേറ്റാണ് വരിക. റെയിലിലേക്ക് ഈ പീസ് നമ്മൾ ആദ്യം ലൈക്ക് ഫിക്സ് ചെയ്യാം. അല്ലെങ്കിൽ വെച്ച് റെയിലിലേക്ക് ആദ്യം ഫിക്സ് ചെയ്തതിന് ശേഷം എന്നിട്ട് റെയിൽ സീറ്റ്സിലേക്ക് മൗണ്ട് ചെയ്യാം. ഓക്കെ, ബ്ലാക്ക് സീറ്റ്സ് നമ്മൾ ബ്ലാക്ക് സീറ്റ്സിന് അങ്ങനെ ചെയ്യാം. ഫസ്റ്റ് റെയിലിലേക്ക്, എന്നിട്ട് റെയിൽ സീറ്റ്സിലേക്ക് മൗണ്ട് ചെയ്യുക. ഇത് നമുക്ക് ഡയറക്റ്റ് മൗണ്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇതുപോലെ ബാക്കിയുള്ള സൈഡ്സും കൂടി ചെയ്തിട്ട് നമുക്ക് കാണാം. സോ ഇതുപോലെ നമ്മുടെ സൈഡ് സൈഡിൻ്റെ സീറ്റ്സിൽ ലൈക്ക് ബ്ലാക്ക് സീറ്റ്സിൽ എങ്ങനെയാണ് റെയിൽസ് ഇതിലേക്ക് മൗണ്ട് ചെയ്യുന്നതെന്ന് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ അതറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തായി. അങ്ങനെയാണെന്ന് ഞങ്ങൾ അതിനൊരു വീഡിയോ മേക്ക് ചെയ്തിട്ട് അതും അപ്ലോഡ് ചെയ്യാം. ഓക്കെ, സോ ഇതെന്തായാലും നമുക്ക് ഇപ്പോൾ ഈ സെക്ഷനിൽ ചെയ്ത പോലെ ബാക്കി 3 ലൈക്ക് ഈ ഭാഗത്ത് 2 സെക്ഷൻ ഫ്രണ്ട് ആൻഡ് ബാക്കും ഇതിൻ്റെ ബാക്ക് സൈഡും ചെയ്യാം. അത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അടുത്ത ഫിക്സ് ചെയ്യാം കേട്ടോ. സോ ഇതിൽ നമ്മൾ ഈ റെയിലിലേക്ക് ഇതുപോലെ നട്ട്, അതേപോലെ നമ്മൾ പറഞ്ഞ ഷോർട്ടർ നട്ട്സും അതിൻ്റെ ടീ നട്ടും ഇൻസേർട്ട് ചെയ്യാം. എന്നിട്ട് ഈ ഒരു ലൈക്ക് നമുക്ക് കയറാൻ പറ്റുന്ന രീതിയിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വെച്ചിട്ട് സിംപ്ലി ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് ബോൾട്ട് ചെയ്യുക, ടൈറ്റ് ചെയ്യുക. ഓക്കെ, താഴത്തതും അതേപോലെ മേലത്തതും ലെവലാക്കി വെച്ചിട്ട് ടൈറ്റ് ചെയ്യാം. ഓക്കെ, അതുപോലെ ഫ്രണ്ടിലും ചെയ്യാം. സോ ഇതുപോലെ രണ്ട് ഭാഗം ടൈറ്റ് ചെയ്തിട്ട് വൺ സൈഡ് റെയിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ ഓപ്പോസിറ്റ് സൈഡും ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് വെച്ചിട്ട് ബാക്കി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ നമുക്ക് പാക്കേജസിൽ ഇതുപോലത്തെ ലൈക്ക് അല്ലെങ്കിൽ ലൈക്ക് ആംഗിൾ ബ്രാക്കറ്റ്സ് ഉണ്ടാവും. നോർമൽ അധികം ആംഗിൾ ബ്രാക്കറ്റ്സിലും ഈ ഒരു സെക്ഷൻ ഉണ്ടാവും. നിങ്ങളുണ്ടോ ഈ ഒരു സെക്ഷൻ കണ്ടോ? കാരണം അത് ലോക്ക് ഇൻ പ്ലേസ് പോലെ ആയിട്ട് അവിടെ പ്രോപ്പറായി നിൽക്കേണ്ടിയിട്ടാണ്. പക്ഷേ ഇനി ചിലതിന് ഇതുപോലെ അത് ബ്രേക്ക് ചെയ്തിട്ടുണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ അതിന് ഓരോ സ്പെസിഫിക് യൂസ് ഉണ്ട്. സീറ്റ്സ് മൗണ്ട് ചെയ്യാനും പെഡൽസ് മൗണ്ട് ചെയ്യാനും കൂടിയിട്ടൊക്കെയാണ് നമ്മൾ അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾ തന്നെ ബ്രേക്ക് ചെയ്തിട്ടുള്ള പീസസ് അതിൽ വെച്ചിട്ടുണ്ടാവും, അത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും എന്തിൻ്റെയൊക്കെയാണെന്ന്. സോ നിങ്ങൾക്ക് ഈസിലി ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അത് മൗണ്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിപ്പം ഇതിൽ ഞങ്ങൾ 2-3 എക്സ്ട്രാ ആംഗിൾ ബ്രാക്കറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഇൻ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് മിസ്സായി പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ സ്പെയർ ആയിട്ട്. അപ്പോൾ ഇതുപോലെ പൊട്ടിച്ച് ലൈക്ക് ബ്രേക്ക് ആയിട്ടുള്ള ഭാഗം വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു പ്ലെയർ വെച്ചിട്ട് ഈസിലി ഇത് ബ്രേക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ഞാൻ എന്താ എൻ്റെ ഒരു വീഡിയോ കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. എന്തായാലും നമുക്ക് ഈ ഫസ്റ്റ് ഇൻസ്റ്റാളേഷൻ്റെ കാര്യങ്ങൾ നമ്മളൊക്കെ ഫുൾ പ്രോപ്പറായിട്ടാണ് തരിക. ഇൻ ഫ്യൂച്ചറിൽ അങ്ങനെ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ മാത്രം. സോ ഞാനപ്പോൾ ഇങ്ങനെ ബ്രേക്ക് ചെയ്യുന്നതിൻ്റെ ജസ്റ്റ് ഒരു വീഡിയോ കാണിച്ചു തരാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് നമ്മൾ ബ്രേക്ക് ചെയ്യാത്ത ആംഗിൾ ബ്രാക്കറ്റാണ്. സോ കണ്ടോ, ആ സെക്ഷൻ ബ്രേക്കായി. ഇനി ഈ ഒരു സെക്ഷനും കൂടിയേ ഉള്ളൂ. സോ അതുപോലെ നമുക്കിത് ഈസിലി ബ്രേക്ക് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇൻ ഫ്യൂച്ചർ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഇതുണ്ടോ നമുക്ക് 4 സൈഡ് ബ്രേക്ക് ചെയ്ത് നമുക്ക് ലൈക്ക് പെഡൽ സെക്ഷന് മാത്രമേ 4 സൈഡ് ബ്രേക്ക് ചെയ്ത് വേണ്ടൂ. ഓക്കെ, സോ നമുക്ക് അപ്പം ബാക്കി ഇൻസ്റ്റാൾ ചെയ്യാം. സീറ്റ്സ് ഈസിലി ഇതിൻ്റെ മേലേക്ക് പ്ലേസ് ചെയ്യുക. മൗണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് പ്ലേസ് ചെയ്തിട്ട് ഒരു സെൻറ്ററാക്കി വെക്കുക. പ്രോപ്പർ സെൻറ്ററിലാണോ? സെൻറ്ററിലാക്കി വെച്ചിട്ട് ഈ ഒരു 1 സൈഡ് പൊട്ടിച്ച് പീസ് എടുക്കുക. ഓക്കെ, ഇതിന് നോർമൽ ഇതുണ്ട്. അപ്പോൾ എന്നിട്ട് ഈ 1 സൈഡ് പൊട്ടിച്ചത് ടോപ്പിലേക്ക് വരുന്ന രീതിക്കും മറ്റേത് ബോട്ടത്തിലേക്ക് വരുന്ന രീതിക്കായിട്ട് ഇതുപോലെ സിമ്പിളായിട്ട് ഇൻസേർട്ട് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് അങ്ങനെ ഈസിലി ബോൾട്ട് ചെയ്യാം. അങ്ങനെ നമുക്ക് എല്ലാ സൈഡും സെയിം പോലെ ചെയ്തിട്ട് ഈ സൈഡും അതേപോലെ ഇതിൽ 1 സൈഡ് പൊട്ടിച്ച ഭാഗം ഇതാണ് വരിക. അപ്പം ഇതിങ്ങനെ ടോപ്പിലേക്കും മറ്റേതൊരു ബോട്ടത്തിലേക്കും വന്നിട്ട് ഇതുപോലെ മൗണ്ട് ചെയ്യാം. അങ്ങനെ 4 സൈഡ്സും ചെയ്തിട്ട് ബോൾട്ട് ചെയ്യാം. ഓക്കെ, ഇതുപോലെ വെച്ചിട്ട് പൊട്ടിച്ച ഭാഗം മേലെ വരും, നോർമൽ അടിയിലേക്കും വരും. ഇതുപോലെ ടൈറ്റ് ചെയ്യാം, അതേപോലെ അടിവശവും ടൈറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, ഞാൻ പറയും. സോ ഇതുപോലെ ടൈറ്റ് ചെയ്തിട്ട് അങ്ങനെ 4 സൈഡ്സും ചെയ്ത് കഴിഞ്ഞാൽ സീറ്റ്സ് ഹോൾഡ് ഇൻ പ്ലേസ് ആയി.